വളരെ നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച അത് വിജയകരമായി പരിവസിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ ഒരു നിർദ്ദേശപ്രകാരം, അവരുടെ ആവശ്യപ്രകാരം ചർച്ചയുടെ ആസ്ഥാനം ഇസ്താംബുളിൽ നിന്ന്, തുർക്കിയിൽ നിന്ന് ഒമാനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഒപ്പം ചർച്ചയുടെ വിജയസാധ്യത അതും വിശകലനം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും IDF മേധാവിമാരും സൈനിക ഉദ്യോഗസ്ഥന്മാരും സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിന് അടിയന്തര യോഗം കൂടി എന്ന ഒരു വാർത്ത കൂടി ഇസ്രായേലി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ, ഏതൊക്കെ ഭാഗത്ത് എപ്പോൾ പ്രോക്സികൾ ഇറാനൊപ്പം ഉണ്ടാകുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയരുന്നതിനോടൊപ്പം തന്നെ ഈ ചർച്ചയ്ക്ക് ഒരു സാധ്യതയും തുറന്നു കിട്ടുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ ഒരു വിജയം അത് എത്രത്തോളം സാധ്യമാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആയത്തുള്ള അലി ഖംനയുടെ പ്രധാന ഉപദേഷ്ടാവിൻ്റെതായി ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ആ പ്രസ്താവന എന്ന് പറയുമ്പോൾ അത് ആയത്തുള്ള അലി ഖംനയുടേത് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം അത് നിർത്തലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇറാൻ പോകില്ല, അല്ലെങ്കിൽ ആ യുറേനിയം സമ്പുഷ്ടീകരിച്ചത് മൂന്നാമതൊരു രാഷ്ട്രത്തിന് കൈമാറണം എന്ന അമേരിക്കയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ ഇറാന്റെ മേലുള്ള ഉപരോധം പിൻവലിക്കൂ, ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറൂ എന്നൊക്കെയാണ് അമേരിക്കയുടെ നിർദ്ദേശം. പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് ആയത്തുള്ള അലി ഖംനയുടെ ഉപദേഷ്ടാവ് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇറാന്റെ മിസൈലുകൾ അമേരിക്കയിലേക്ക് എത്തുന്ന രീതിയിൽ വികസിപ്പിക്കുവാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഒരുപക്ഷെ അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയും ദീർഘമായ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തേക്കാം എന്ന ചില വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാവശ്യങ്ങൾ അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, സമ്പുഷ്ടീകരിച്ച യുറേനിയം മൂന്നാമത് രാഷ്ട്രത്തിന് കൈമാറുക, അതുപോലെ അവരുടെ മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുക. ഈ രണ്ടാവശ്യങ്ങളും ഇപ്പോൾ ഇറാൻ നിരാകരിക്കുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ച വിജയകരമായി പരിവസിക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ്. കാരണം ഈ രണ്ട് കാര്യങ്ങൾ ഊന്നിയാണ് ഈ ചർച്ച അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, ഇറാന് ഈ വിഷയത്തിലുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അമേരിക്കയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നാൽ ഭീഷണിപ്പെടുത്തി ഇറാനെ വയ്ക്കുക എന്നതായിരുന്നു. കാരണം ലോക ക്രമങ്ങളും ലോകരാജ്യങ്ങളുടെ സ്വഭാവങ്ങളും ഒക്കെ വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം, ഒരുപക്ഷെ അമേരിക്ക ഒരു ആക്രമണത്തിലേക്ക് തുരിഞ്ഞേക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇറാന്റെ ചുറ്റുപാടുകൾ നാവിക യുദ്ധക്കപ്പലുകൾ കൊണ്ട് നിറച്ച് ഇറാനെ ഒരു ഭീഷണിയുടെ നിഴലിൽ നിർത്തി കരാർ ഒപ്പിടിവിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ഒരു ലക്ഷ്യം എന്ന രീതിയിലാണ് ചില വീക്ഷണങ്ങളൊക്കെ പോകുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ പാർലമെന്റിന്റെ ഒരു അനുവാദം അമേരിക്കൻ പ്രസിഡന്റിന് ഇറാനെതിരെ യുദ്ധം നടത്തുന്നതിന് വേണ്ടി കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു പക്ഷേ അമേരിക്കയാൽ ആക്രമിക്കപ്പെടില്ലായിരുന്നു എന്നൊക്കെയുള്ള ചില വിശകലനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇറാൻ അമേരിക്കയുടെ നാവിക കപ്പൽ അത് ലക്ഷ്യമാക്കുക വഴി, അത് ട്രോൺ വഴി 2 പ്രാവശ്യം ആക്രമ ലക്ഷ്യമാക്കുക വഴി അമേരിക്കയ്ക്ക് ആ മേഖലയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ഇന്ത്യൻ ഉപദ്വീപിലേക്ക് അവരുടെ കപ്പലുകൾ പിൻവലിക്കേണ്ടി വന്നു എന്ന ഒരു വിശേഷമുണ്ട്. അത് ഒരുപക്ഷെ ഇറാന് ചെറിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് എന്ന ചില വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അമേരിക്കയുടെ അമേരിക്കയുടെ ഭീഷണിക്ക് അതേ നാണയത്തിന് തന്നെ തിരിച്ചടി നൽകിയിരിക്കുന്നു. കാരണം ആക്രമണമുണ്ടായാൽ തിരിച്ച് ആക്രമിക്കുവാൻ ഇറാൻ സന്നദ്ധമാണ് എന്നൊരു സന്ദേശം, അടിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നൊരു സന്ദേശം അമേരിക്കയ്ക്ക് നൽകുവാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു വലിയ കാര്യം വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിൽ, അതായത് കീഴടങ്ങുവാൻ സന്നദ്ധമല്ല എന്നൊരു സന്ദേശം അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്നുണ്ട് എന്ന ഒരു വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കടുപിടുത്തങ്ങൾക്ക് ഒപ്പം അനുസരിച്ച് തങ്ങൾ ഈ കരാറിൽ ഒപ്പിടില്ല, തങ്ങളുടെ വാദഗതികളും കേൾക്കണം, അല്ലെങ്കിൽ യുദ്ധമാണെങ്കിൽ യുദ്ധം എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തങ്ങളും ഉണ്ട് എന്നൊരർത്ഥത്തിൽ ഒരു മുഴ മുമ്പേ ഇറാൻ എറിഞ്ഞതാണ് ഈ ട്രോൺ ആക്രമണം. അമേരിക്കയുടെ വിഖ്യാതമായ നാവിക കപ്പൽ ലക്ഷ്യമാക്കി 2 പ്രാവശ്യം ഇറാൻ ട്രോണിനെ അയച്ചത് എന്ന ചില വിശകലനങ്ങൾ വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് വരുന്ന വിശകലനം അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ നാവിക കപ്പലിൻ്റെ ഗതിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ട്രോണുകൾ അയച്ചത് എന്നാണ്. നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ആ ട്രോണുകൾ വളരെ കൃത്യമായി തന്നെ ആ നാവിക കപ്പലുകളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ IRGCക്ക് അയച്ചിരുന്നു എന്ന വാദഗതിയും അവകാശവാദങ്ങളും ഒക്കെ ഇറാൻ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം ആദ്യത്തെ ട്രോൺ അമേരിക്ക വെടിവെച്ചിട്ടിരുന്നു F-35 യുദ്ധവിമാനങ്ങളിൽ നിന്ന്. പക്ഷേ രണ്ടാമത്തെ ട്രോൺ ഏകദേശം 10 മണിക്കൂറോളം അമേരിക്കയുടെ വിഖ്യാതമായ നാവിക കപ്പലിന് മുകളിൽ പറന്നു നടന്നു എന്ന
ചില വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതായത് വിശകലനങ്ങളിലൊക്കെ വരുന്നത് ഇറാൻ അമേരിക്കയുടെ ആ നാവികക്കപ്പലിൻ്റെ വിശദമായ ഒരു അവലോകനം എടുത്തു കഴിഞ്ഞു എന്നത് ഇറാനെ സംബന്ധിച്ച് ആ മേഖലയിൽ അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ ഒരു അഡ്വാൻറ്റേജ് നൽകുന്നു, ഒരു മുൻതൂക്കം നൽകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന്, അമേരിക്ക ഈ യുദ്ധത്തിന് മടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ വളരെ അസന്നിഗ്ധമായി പ്രകടമായി ഈ സന്ദർഭത്തിൽ ഉണ്ടാകുന്നു എന്നാണ്. നേരത്തെ വളരെ പിന്നോക്കം നിന്നിരുന്ന ഈ രണ്ടു രാജ്യങ്ങളും വളരെ ശക്തമായി തന്നെ സാങ്കേതിക സൈനിക സഹായങ്ങൾ ഇറാൻ എത്തിക്കുന്നു എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സഹ എയർലൈൻസ്, അതായത് ഇറാനിലെ ഒരു സ്വകാര്യ എയർലൈൻസ്, ടെഹ്റാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു എയർലൈൻസ് കാർഗോ വിമാന കമ്പനിയാണ്. അവരുടെ വിമാനങ്ങൾ മിക്കപ്പോഴും ചൈനയിൽ നിന്ന് ടെഹ്റാനിലേക്ക് പറന്നിറങ്ങുന്നു. അതിൽ നിറയെ ചൈന ഇറാനു നൽകുന്ന സൈനിക ഉപകരണങ്ങളാണ് എന്ന വിശകലനവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിഗതികളിൽ നിന്ന് രംഗം കൂടുതൽ മാറുകയാണ്. ഏകപക്ഷീയമായ ഒരു യുദ്ധമായിരിക്കില്ല ഉണ്ടാകുക. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ റഷ്യയും ചൈനയും ഒക്കെ ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് ആ രാജ്യങ്ങളുടെ ഒരു സാങ്കേതിക സൈനിക സഹായം ഇറാൻ ഉണ്ടാകും എന്ന രീതിയിൽ അമേരിക്കയും വിശകലനം ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഒരു കരാറിലെത്തുന്നതിനായിരിക്കും ശ്രമിക്കുക. പക്ഷേ ആർക്കാണ് കൂടുതൽ വിലപേശൽ ശക്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നത്. ഇറാൻ അമേരിക്കയുടെ നാവിക കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ ഡ്രോൺ വഴി അതിലൊരു നിരീക്ഷണം ചെയ്യുകയും ഒരുപക്ഷെ ആക്രമിക്കുവാൻ സന്നദ്ധമാണ് എന്ന രീതിയിലൊരു സന്ദേശം നൽകുകയും ചെയ്തത് ചർച്ചകൾ അത് ഇറാൻ്റെ വഴിക്ക് കൊണ്ടുവരുവാൻ ആണ്. അതായത് അമേരിക്കയുടെ കടുംപിടുത്തങ്ങൾക്ക് തങ്ങൾ പൂർണ്ണമായും വഴങ്ങുന്നില്ല എന്ന ഒരു സന്ദേശം നൽകുവാനും ചർച്ചകൾ കുറച്ചെങ്കിലും ഇറാൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാനും ഇറാന് സഹായകമാകും എന്ന വലിയ വീക്ഷണം തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ആ മേഖലയിൽ യുദ്ധം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഹോർമൂസ് കടലെടുക്ക് യുദ്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇറാൻ പൂർണ്ണമായും ഉപരോധിക്കും. അങ്ങനെയാണെങ്കിൽ യൂറോപ്പിലേക്കുള്ള ചരക്ക് എണ്ണ ഗതാഗതം താറുമാറാകും. യൂറോപ്പിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ബാധിക്കും. ഒപ്പം അമേരിക്കയും ആ ഉപരോധം വലിയ രീതിയിൽ ബാധിക്കുമെന്നൊരു തിരിച്ചറിവ് അമേരിക്കയ്ക്കുമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 12 ദിവസത്തെ യുദ്ധത്തിൽ സംഭവിച്ച കേടുപാടുകൾ അതിജീവിച്ച് പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇറാൻ ആദ്യം ആക്രമിക്കുക ഇസ്രായേലിനെ ആയിരിക്കും. അത് ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയ കേടുപാടുകൾ വരുത്തും. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല. സമാധാന ചർച്ചകൾ നടക്കും. പക്ഷേ അത് ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകളിൽ ഊന്നി തന്നെ മുന്നോട്ട് പോകും എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ അത് വഴിമുട്ടിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ തുടർ ചർച്ചകൾ വരുമ്പോൾ ഈ ചർച്ചകൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് രാജ്യങ്ങൾ ഒരു കരാറിലെത്താനാണ് സാധ്യത. കാരണം യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം അമേരിക്കയ്ക്കും ഇറാനുമില്ല. കാരണം രണ്ടു രാജ്യങ്ങളും ശത്രുവിൻ്റെ ഒരു കഴിവും ബലവും ആയുധങ്ങളുടെ ഒരു ആഴവും പരപ്പുമൊക്കെ മനസ്സിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.